നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി നിർത്തി കേട്ടോ. ഒരു അടിപൊളി കാഴ്ച കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയ അടിപൊളിയാണ്. ഈ സൈഡിലോട്ട് നോക്കിയാൽ ഇതുണ്ടോ സെറ്റായിട്ടുണ്ട്. ആ മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ആ കുഞ്ഞിൻ്റെ മുകളിലോട്ടൊക്കെ. താഴെയൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ, താഴ്വാരമൊക്കെ കാണാൻ. നമ്മുടെ സുഹൃത്ത് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് അഗസ്ത്യാർകൂടം വനത്തിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സൈഡിലൊക്കെ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അതോ അതിൻ്റെ അകത്തോടെ നമുക്ക് കയറി മുകളിലേക്ക് പോകേണ്ടത്. ഇവിടെ ഈ സൈഡിൽ കേരള വനം വകുപ്പിൻ്റെ ഒരു ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ പാസ്സൊക്കെ കാണിച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 14 കിലോമീറ്റർ നടന്ന് ഇതുപോലെ കാട്ടിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡും മറ്റു കൂടെ ഉള്ളവരൊക്കെ മുന്നേ പോകുന്നുണ്ട്. ഈ സൈഡൊക്കെ അടിപൊളിയായിട്ട് കാണാൻ, കാടിൻ്റെ നല്ല ഭംഗി ഇവിടെ നമുക്ക് കിട്ടും. താഴേക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ വലിയൊരു മരം വീണി ചരിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ചെക്കിൻ ചെയ്ത് നമ്മൾ 9:45 ആയപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ നടന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം നടന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു സാധനം കാണിച്ചിട്ട്, ഇവിടെ ഒരു മരം നിൽപ്പുണ്ട്. ഇതിനെ മൂട്ടിപ്പഴം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന തരം മരമാണ്. ഇതിലിപ്പം കാ പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് കേട്ടോ മരം. ഇപ്പം നിറച്ച് കാ പിടിച്ച് വരുന്നുണ്ട്. ഇത് അടുത്തേക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഫുള്ള് കാ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അത്രയും വീടുണ്ട് മരത്തിൻ്റെ, നല്ല ഹൈറ്റ് ഉണ്ട്. അതുപോലെ നല്ല വീടുണ്ട്. അത്രയ്ക്ക് വീടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നല്ല വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. ആ പോകുന്ന വശത്ത് എവിടെയോ നല്ല അരുവി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വലിയ രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മേടിച്ച കാപ്പിയാണ് കേട്ടോ. അവിടെ നിന്ന് ബോണക്കാടുന്ന് മേടിച്ച കാപ്പിയാണ്. പൂരിയും പിന്നെ ഉള്ളിക്കറിയാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതായി കാണിച്ചാൽ കേട്ടോ. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. കരമനയാർ ബേസ് ക്യാമ്പ് കേട്ടോ, അഗസ്ത്യാർകൂടം. ഇനി ഇവിടുന്ന് 14.5 കിലോമീറ്ററാണ് നമുക്കിനി നടക്കേണ്ടതായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്ത് പോകണം. ഇവിടെ ഫുള്ള് കല്ലാട്ടോ. അപ്പോൾ ഇനി 5ാമത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് ഇനിയിപ്പോൾ 10.5 കിലോമീറ്ററാണ് ഇനി നമുക്ക് നടക്കാനുള്ളത്. ഇത് കണക്ക് ഇവിടെ ഇങ്ങനെ കയറായി കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളത്തിൽ കൂടെ നടക്കുന്ന സമയത്ത് പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ബേസ് ക്യാമ്പ് കേട്ടോ, അട്ടയാർ ബേസ് ക്യാമ്പ്. ഇനി
10.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ആ സൈഡ് ഫുള്ള് ഇങ്ങനെ മലയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പുൽമോടി കയറി വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററുണ്ട് നടക്കാൻ. അപ്പോൾ നമ്മൾ കയറി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴി കാണിച്ചില്ല കേട്ടോ. അങ്ങ് കണ്ടോ, ആ കാണുന്ന വഴി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കയറിയതാ ഇതിലെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി പോകാനായിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നല്ല വ്യൂ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നല്ല സൂപ്പർ വ്യൂ കേട്ടോ. താഴെ നമ്മൾ കയറുന്ന വഴിയൊക്കെ നല്ലപോലെ കാണാം. നമ്മുടെ സുഹൃത്ത് ഇവിടെ തളർന്നിവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പ് എത്താറായി കേട്ടോ. ഇനിയിപ്പോൾ ഒരു 100 മീറ്റർ കൊണ്ട് നന്നായി. അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ എൻട്രി പാസ്സൊക്കെ അവിടെ കാണിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് കിടക്കാനുള്ള റൂമും പായും ഇതൊക്കെ എന്നപ്പോൾ അവിടെ നിന്ന് തരും. അപ്പോൾ നമ്മളിപ്പോൾ ബേസ് ക്യാമ്പിൽ എത്തി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി പാസ്സൊക്കെ ഇവിടെ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് അവർ ഇന്നിപ്പോൾ അവിടെ റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ള പായും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തരുന്നതായിരിക്കും. ഇങ്ങനെ കയറി പോയാൽ ആദ്യമേ കയറി പോയാന്നൊക്കെ ചോദിച്ചു. പോയോ? ഈ പാസ് ഇവിടെ സൂക്ഷിക്കും. അവിടെ ഡോർമെറ്ററി 1, 2 ഉണ്ട്. അവിടെ ബാഗില്ലാത്തടുത്ത് ബാഗ് വയ്ക്കാം. 63 വരെ അവിടെ ബാഗ് വയ്ക്കാം. നാളെ രാവിലെ 7 മണിക്ക് അറസ്റ്റോടെ മലയപ്പോൾ ഇവിടെ വരണം. അതിനുമുമ്പ് ക്യാൻറ്റീനിൽ ഫുഡുണ്ട്. നാളെ രാവിലത്തേക്കുള്ള ഫുഡ് ക്യാൻറ്റീനിൽ ഇന്ന് വൈകുന്നേരം ടോക്കൺ എടുക്കും. എന്നാലേ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ ഫുഡ് ഇവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മലയിൽ കൊണ്ടുപോകാം. 7 മണിക്ക് നിങ്ങൾ പോയിട്ട് നാളെ റിട്ടേൺ നിങ്ങൾക്ക് തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ 2 മണിക്ക് മുമ്പ് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്ത് ഈ ടോക്കൺ തിരിച്ചു വാങ്ങണം. അഗസ്ത്യാർ മലയിൽ പോകുമ്പോൾ നിങ്ങൾ ടോക്കണിൻ്റെ ആവശ്യമില്ല. തിരിച്ച് റിട്ടേൺ ബോണക്കാട് പോകുമ്പോഴത്തേക്കും ഈ ടോക്കൺ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങും. ബാക്കി ബാത്റൂമും ബാക്കി ടോയ്ലറ്റിന് അതിന് പുറകിലുണ്ട്. റൂം നമുക്ക് അപ്പുറത്തെ റൂമല്ല. അപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിയിട്ട് ഇനി ഭാഗത്ത് കയറി നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കേട്ടോ. ഇവിടെ വന്നിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. ബാഗൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ബേസ് ക്യാമ്പിൽ തന്നെ നാളെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോഴത്തേക്ക് അഗസ്ത്യാർകൂടം മലയിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് ഇനിയിപ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് ഇനിയിപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അഗസ്ത്യാർകൂടം മലയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലാവരും പോയി തുടങ്ങി. നമ്മൾ ഗൈഡൊക്കെ മുന്നേ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സുഹൃത്തും ഞങ്ങളുടെയും പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നേരത്തെ പോയി വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി അവിടെ മേളിൽ നിൽപ്പുണ്ട്. നമ്മളിനിപ്പോൾ ഇതുവഴിയാണ് ഇനി മേളിലേക്ക് കയറാനുള്ളത്. ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററോളം വരും കയറി പോകാണ്ട്. അപ്പം നല്ല കാറ്റുണ്ട് രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പം മേളിൽ കുറച്ചുകൂടി കാലാവസ്ഥ കാറ്റ് കൂടുതലാവാനാണ് സാധ്യത. അപ്പോൾ അങ്ങ് താഴെ നിന്നൊക്കെ ആൾക്കാർ ദുവാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആ വഴിയാണ് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ മേളിലേക്ക് നല്ല മഞ്ഞായിട്ടുണ്ട്. അപ്പോൾ മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 4 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. നമ്മൾ പിന്നെ പോകുന്ന വഴി തന്നെ നമുക്ക് വെള്ളമൊക്കെ എടുക്കേണ്ടത്. ഇവിടെ ചെറിയൊരു അരുവിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അവിടുത്തെ വിഷ്വൽ കാണിച്ചു തരാൻ വേണ്ടി നിന്നാണ്. ഇവിടെ സൈഡൊക്കെ ഫുള്ള് കോട കയറി വരുന്നുണ്ട്. ഈ സൈഡിലൊരു ചെറിയൊരു അരുവി ഒഴുകി വരുന്നുണ്ട്. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് കേട്ടോ
ഈ സൈഡിൽ ഇങ്ങനെ തീ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ബാക്ക് സൈഡിൽ നല്ല കോടയൊക്കെ കയറിയിട്ട് ഇവിടെ ഇങ്ങനെ തീ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തണുത്തൊക്കെ വരുന്നവർ ഇവിടെ കുറച്ച് നേരം നിന്ന് ചൂടൊക്കെ കൊണ്ടിട്ട് പോകാം. അപ്പോൾ അതിനൊക്കെയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇവിടെ തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. അത് ഭംഗിയുണ്ട് ഈ കാട്ടിൽ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുള്ള് കല്ലടിക്കുകയല്ല കേട്ടോ. നടന്നു വരുന്ന വഴിയൊക്കെ ഇവിടെ ഇങ്ങനെ ആരോ ഓടിച്ചിട്ടുണ്ട് നമുക്ക് മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ള് കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഈ കല്ല് ചവിട്ടി മേലേക്ക് കയറണം. ഇനിയിപ്പോൾ കുറേ ദൂരം ഇതേപോലെ തന്നെയാണ് വരുന്നത്. എന്നാലും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഫുള്ള് രണ്ട് സൈഡും കോട കയറിയിട്ട് ദൂരേക്ക് എന്നുള്ള വ്യൂ ഒന്നും നമുക്ക് അറിയാൻ പോലും പറ്റില്ല. ഫുള്ള് ഇതുപോലെ കല്ലാണ് കേട്ടോ. ഇനി അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് ഏകദേശം 1868 മീറ്ററാണ് വരുന്നത് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വഴിയാണ് മേലോട്ട് കയറി പോകാനായിട്ട്. ഇതുപോലെ നല്ല കയറ്റം കേട്ടോ. ഇതേപോലത്തെ വഴികളാണ്. നല്ല കോട ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇവിടേക്കും പോകണ്ട. താഴത്തോട്ടുള്ള ഒരു വ്യൂവും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മേളിലേക്ക് ഇപ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. അവിടെ കണ്ടോ 2 പേര് കയറി പോകുന്നത്. അവർ നമ്മൾ ഒരുപാട് അടുത്ത് നിൽക്കുന്നത്. ഒരു 10 മീറ്ററും ഇല്ല അവർ നമ്മളായിട്ടുള്ള ഡിസ്റ്റൻസ്. എന്നിട്ട് അവരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൊങ്കാലപ്പാറ അടുത്തെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഒന്ന് അവിടെ നിന്ന് റെസ്റ്റ് അടിക്കുന്നുണ്ട്. കുറച്ച് പേര് കയറി വരുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇവിടെയാണ് പൊങ്കാലപ്പാറ വരുന്നത് ആ കാണുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെയാണ് കയറി മേളിലേക്ക് പോകേണ്ടത്. ഫുള്ള് കോടയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. അടുത്തൊക്കെ നിൽക്കുന്നവരെയൊക്കെ കാണാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് കാറ്റ് കേട്ടോ. നമ്മൾ കയറി വരുന്ന വഴികളിൽ മുഴുവൻ എന്താ ഇതേപോലെ ഒരു ചെടി കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതുണ്ടോ ഇഷ്ടംപോലെ ഉണ്ട്. മേളിലേക്കൊക്കെ ഒരുപാട് ഉണ്ട്. താപ്പറ സൈഡിലേക്കൊക്കെ ആ ചെടി ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. അവിടെയൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്ക് ആണ് കയറേണ്ടത്. ഇതുപോലെ ആരോ കാണും നമ്മൾ കയറി പോകുന്ന വഴികളിലൊക്കെ ഇതേപോലത്തെ ആരോ ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ ആരോ ഇട്ടിനും കണ്ടോ. അപ്പോൾ ഈ ആരോയിൽ നോക്കിയിട്ടാണ് നമ്മൾ മേലിലേക്കുള്ള വഴി കറക്റ്റ് ചെയ്ത് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റും. കാരണം ഇവിടെ ഒരേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്താ അങ്ങോട്ടേക്കുണ്ട്. ഫുള്ള് കോട കയറി ചെറിയ മഴയും പൊടിയുന്നുണ്ട്. നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ചെറിയ ബോൺസായി പോലത്തെ ഒരുപാട് വൃക്ഷങ്ങൾ ഇപ്പോൾ കേട്ടോ. ഇത് കണ്ടോ. ഇവിടെയൊക്കെ ഒരുപാട് പൊക്കം കുറഞ്ഞ ഒരുപാട് വൃക്ഷങ്ങൾ കൊണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള വൃക്ഷങ്ങളാണ് ബോൺസായി പോലത്തെ. ഈ പണ്ട് കാലത്ത് മുനിമാരൊക്കെ സസ്യങ്ങളെ കൊണ്ടുവന്ന് ഔഷധങ്ങളെ കൊണ്ടുവന്ന് ഈ ഇരിക്കുന്നൊരു കല്ലുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ കണ്ടോ. ഇതേപോലത്തെ കല്ല് നമ്മുടെ ഈ പാറയുടെ പല ഭാഗങ്ങളിൽ ഇത് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ ഈ ഔഷധങ്ങളൊക്കെ ഇടിച്ച് മരുന്നാക്കുന്നത്. അതുപോലത്തെ ഒരുപാട് കല്ലുകൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുണ്ട്. നമ്മളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ചെറുതായിട്ടേ കാണത്തുള്ളൂ. മേലെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല കോടയാകും. ഇവിടെ കുറേ ആൾക്കാരവിടെ റെസ്റ്റ് എടുക്കുന്ന കാണും. ഞാൻ മുന്നോട്ട് കാണിച്ചു. ഇപ്പോൾ അടുത്തേക്ക് കാണത്തില്ല, കോടയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന കാണാം.
മുകളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടെ കയറാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഗാർഡ് പറയുന്ന മുകളിലോട്ട് കയറണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ വലിയ മോശമായിട്ട് നിൽക്കുക. ഗാർഡ് മുകളിലേക്ക് കയറണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഗാർഡ് കേട്ടോ. പുള്ളിക്കാരെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ കയറാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക കേട്ടോ. നമുക്കിനി നേരെ ആ സൈഡിലേക്കാണ് പോകേണ്ടത്. നല്ല കോടൊക്കെ നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരാണ് നമ്മളിനി കൊണ്ടുപോകേണ്ടത്. നമ്മളിപ്പോൾ പൊങ്കാലപ്പുറന്ന് പിന്നെയും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലുള്ള വഴിയാണ്. നല്ല കുത്തി കയറ്റം കേട്ടോ. നമ്മുടെ ഫ്രണ്ടൊക്കെ ആൾക്കാർ പോകുന്നു. ബാക്ക് വശം ഞാൻ കഴിയില്ല. ഇതോ താഴ്ന്നാണ് നമ്മളിങ്ങനെ കയറി മുകളിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ. പക്ഷെ ഫുള്ള് കയറ്റമാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കയറി ഇതാ താഴെ നിന്ന് കയറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റോപ്പ് എത്തിയിട്ടോ. അതാണ് റോപ്പിയുടെ ആൾക്കാർ പിടിച്ച് കയറുന്ന കാണാം. ഇനി നമുക്ക് ഇതേ റോപ്പിൽ തന്നെയാണ് പിടിച്ച് ഇതുവഴിയെ കയറേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിന് റോപ്പ് കയറി മുകളിലേക്ക് പോകണം. നമ്മളിപ്പോൾ രണ്ടാമത്തെ റോപ്പിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റോപ്പുണ്ട്. അതിൽ വേണം ഇനിയിപ്പോൾ കയറാൻ. റോപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ റോപ്പിൽ പിടിച്ചാണ് മുകളിലേക്ക് കയറാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഹെവി മഞ്ഞാണ് കേട്ടോ. നല്ലപോലെ കുട വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ താഴ്ന്ന കയറി വരുന്നുണ്ട്. താഴ്ന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. അത് മേളിലേക്ക് കണ്ടോ ആൾക്കാർ കയറി പോകുന്നുണ്ട്. നല്ല കാറ്റാണ്. ഇതുണ്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേളിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു റോപ്പുണ്ട്. അതുകൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇവിടെ മലയുടെ ഏറ്റവും മുകളിലെത്തും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് കാടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലത്തെ കാടാണ് കേട്ടോ. അപ്പോൾ ഈ കാട് കയറി പോകണം. പുറകിൽ മുന്നിലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല കാടാണ് കാണിച്ചത്. ഇതുപോലത്തെ വനമാണ് കേട്ടോ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അഗസ്ത്യാർകൂടം മലനിരയാണ് നമ്മൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം കുറച്ചും കൂടെ മുന്നോട്ട് കയറി പോകുന്നുണ്ട്. അതാ അത്രയും താഴ്ന്ന കയറുന്നത്. ഒരു ചേട്ടൻ അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി കയറാനുണ്ട്. ഇതുപോലത്തെ വഴിയാണ് കേട്ടോ. ഇപ്പോൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1868 മീറ്ററാണ് കേട്ടോ. അത്രയും ഹൈറ്റിലേക്കാണ് ഇനി നമ്മൾ കയറി മുകളിലേക്ക് പോകേണ്ടത്. ഏകദേശം എത്താറായിട്ടുണ്ട്.
ഇനി ഈ റോപ്പും കൂടെ മേളിലേക്ക് കയറാനുണ്ട്. അത് അവിടെ നിന്ന് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി മേളിലേക്ക് കയറാനുണ്ട്. വീഡിയോ മൊത്തം ജസ്റ്റ് വാങ്ങിക്കുന്നത് അങ്ങനെ പോകട്ടെ. ഇനിയുണ്ടോ? ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അന്യായ കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ അസ്ഥിയാമുനിയുടെ പ്രതിമയൊക്കെ വരുന്നത്, വിഗ്രഹമൊക്കെ വരുന്നത് ഈ സൈഡിലാണ്. അകത്ത് ആൾക്കാരൊക്കെ പൂജയൊക്കെ ചെയ്യുന്ന കാണാം. വെള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല കാറ്റായിരുന്നുണ്ട്. കാറ്റും അതുപോലെ കോളയും ആണ്. ഇപ്പോൾ ചെറിയ വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അഗസ്ത്യമ്മയുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാൻ ആൾക്കാർ വന്നിട്ട്. നമുക്ക് ഇവിടെ മാത്രമാണ് എത്തി കാറ്റും മഞ്ഞൊക്കെ എത്തി കുറവായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ കുറേ നേരം ഇവിടെ നിൽക്കാൻ നോക്കുന്നില്ല, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ കാറ്റുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ നിന്നിട്ട് നമ്മളിനി തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. കിട്ടിയ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഇപ്പോൾ കേട്ടോ. അപ്പോൾ അവർ തമിഴ്നാട് സൈഡിൽ നിന്നാണ്. നിങ്ങൾ ഏത് സൈഡാണ് അവിടെ വരുന്നത്? എങ്കിരുന്നാ വന്നേ? പോണ്ടിച്ചേരി. അപ്പോൾ നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ 2 ഫ്രണ്ട്സാണ്. അതുപോലെ നമുക്ക് അവിടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. നമുക്ക് ഇന്ന് മറ്റൊക്കെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ആസ്ട്രേലിയയുടെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അതായത് 1868 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റും കോടയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക. തിരിച്ചിനിപ്പോൾ പയ്യെ ഇറങ്ങണം. അസ്ഥിയോടെ മലയാണ്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് അത്രയും മഞ്ഞ് കൂടി കിടക്കുന്നുണ്ട്, ഒന്നും കാണത്തില്ല. താഴെ ഇടതുപോകുന്ന വനങ്ങളൊക്കെ കാണാം. നമ്മുടെ ആ ഭാഗത്താണ് നമ്മുടെ പൊങ്കാലപ്പാറയൊക്കെ വരുന്നത്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് പേപ്പാറ ഡാം കാണാൻ പറ്റും കേട്ടോ. ആ സൈഡിലാണ് പേപ്പാറ ഡാം വരുന്നത്. പേപ്പാറ ഡാമും അതിൻ്റെ തൊട്ട് അടുത്തുള്ള കാടും മറ്റെല്ലാം കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ ഇറങ്ങി പോകുന്ന ആൾക്കാർ കാണാം. നല്ല വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ പേപ്പാറ ഡാം കാണാൻ പറ്റും. ആ വശത്താണ്. അപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ എത്രത്തോളം ക്ലിയർ കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ആ വശത്താണ് പേപ്പാറ ഡാം വരുന്നത്. അപ്പോൾ നമ്മൾ അഗസ്ത്യാർകൂടം ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോകാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോയുമായി കാണാം.